ഹലോ എവറി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു MLT അക്കാഡമി. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് മെത്തേഡ്സ് ആണ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ആയിരുന്നു. സോ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ മെത്തേഡ്സിനെ കുറിച്ച് നമുക്കൊന്നുകൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 4 ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടൈപ്സ് ഏതാണെന്നും ജെനറ്റിക്സ്, ബയോകെമിസ്ട്രി, ABO ആൻറ്റിജൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, പിന്നെ ABOയുടെ സബ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്, അതേപോലെ ബോംബിക് ഗ്രൂപ്പ്, പാരാബോംബിക് ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഓൾസോ ISBT ടെർമിനോളജീസും നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് മെത്തേഡ്സ്. അതായത് നമ്മുടെ ബ്ലഡ് ബാങ്കിൽ ഒരു പേഷ്യൻറ്റിൻ്റെയോ ഒരു ഡോണറുടെയോ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ABO ഗ്രൂപ്പിങ്ങിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. സെൽ ഗ്രൂപ്പിങ്ങും ഉണ്ട്, സിറം ഗ്രൂപ്പിങ്ങും ഉണ്ട്. എന്താണ് സെൽ ഗ്രൂപ്പിംഗ്? സെൽ ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പം RBC എന്ന് പറയുന്ന സെല്ലിൻ്റെ മുകളിലുള്ള ABO ആൻറ്റിജൻസിനെ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡി റിയേജൻസ്, അതായത് ആൻറ്റി-A, ആൻറ്റി-B പോലത്തെ ആൻറ്റിബോഡി റിയേജൻസ്, ദേ ആർ കോൾഡ് ആസ് ആൻറ്റിസിറാസ്, അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ദ സെൽ ഗ്രൂപ്പിംഗ്. സോ സെല്ലിൻ്റെ മുകളിലുള്ള ആൻറ്റിജൻസിനെയാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് സെൽ ഗ്രൂപ്പിംഗ് എന്ന് പറയാം. ആൻറ്റിജൻസിനെ കണ്ടുപിടിക്കുന്നതുകൊണ്ട് ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് ആൻറ്റിജൻ ടൈപ്പിംഗ് ആൻഡ് ഫോർവേഡ് ഗ്രൂപ്പിംഗ്. ഇതൊക്കെയാണ് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ സിറം ഗ്രൂപ്പിംഗ് ആണ്. അതായത് സിറത്തിനകത്ത് കാണുന്നത് എന്താണ്? ആൻറ്റിബോഡീസ് ആണ്. ഓരോ ബ്ലഡ് ടൈപ്പ് ഇൻഡിവിജ്വൽസിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡീസും പ്രസൻ്റ് ആയിരിക്കും. സോ ആൻറ്റിബോഡീസ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നോൺ ആയിട്ടുള്ള സെൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ദ സിറം ഗ്രൂപ്പിംഗ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ആൻറ്റിബോഡി ഡിറ്റക്ഷൻ ഓർ റിവേഴ്സ് ഗ്രൂപ്പിംഗ്. സെല്ലിൻ്റെ മുകളിലുള്ള ആൻറ്റിജൻസിനെയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫോർവേഡ് ഗ്രൂപ്പിംഗ്. ആൻഡ് സിറത്തിനകത്തുള്ള ആൻറ്റിബോഡീസിനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് റിവേഴ്സ് ഗ്രൂപ്പിംഗ്. സോ ദിസ് ഇസ് വെരി വെരി ബേസിക് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ദെൻ ഫോർ ഡെമോൺസ്ട്രേറ്റിംഗ് ദ ട്രൂ ABO ഗ്രൂപ്പ്, അപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഡോണറിൻ്റെ ABO ഗ്രൂപ്പ് ഏതാണെന്ന് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ ജനറലി നമ്മൾ സെൽ ഗ്രൂപ്പിങ്ങും സിറം ഗ്രൂപ്പിങ്ങും ചെയ്യണം. എന്നിട്ട് മാത്രമേ ഇന്ന ഗ്രൂപ്പാണ് ആ പേഷ്യൻ്റെതെന്ന് ഇന്ന് നമ്മൾ കൺഫേം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഫോർവേഡ് ഗ്രൂപ്പിങ്ങും അതുപോലെ തന്നെ റിവേഴ്സ് ടൈപ്പിങ്ങും രണ്ടും ചെയ്തിട്ടാണ് ഒരു പേഷ്യൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ ഏതാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് റിയേജൻസ്. സോ ബിഫോർ ഗോയിങ് ഓൺ ടു ദ ബ്ലഡ് ഗ്രൂപ്പിംഗ് പ്രൊസീജിയേഴ്സ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് റിയേജൻസ് ഏതൊക്കെയാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഫസ്റ്റ് തിങ് ഇസ് ദ ABO ആൻറ്റിബോഡി റിയേജൻസ്. ആൻറ്റിബോഡി റിയേജൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ആൻറ്റിസിറാസ്. ഓക്കെ, സെക്കൻഡ് തിങ് ഇസ് ദ റെഡ് സെൽ റിയേജൻസ്. തേർഡ് വൺ ഇസ് ദ O സെൽസ് ആൻഡ് ഫോർത്ത് വൺ സപ്ലിമെൻ്ററി റിയേജൻസ്. ഇത്രയും റിയേജൻസ് ആണ് നമ്മൾ ABO ഗ്രൂപ്പിംഗ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് ബാങ്കിൽ പൊതുവെ ഉപയോഗിക്കുന്നത്. ഇതിലെ ഓരോ റിയേജൻറ്റും അതിൻ്റേതായിട്ടുള്ള പെക്യുലാരിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ABO ആൻറ്റിബോഡി റിയേജൻസ്. ആൻറ്റിബോഡി റിയേജൻസിനെയാണ് ആൻറ്റിസിറാസ് എന്ന് പറയുന്നത്. സോ ആൻറ്റിസിറാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RBCയുടെ മുകളിലുള്ള ആൻറ്റിജൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡി സ്പെസിഫിക് ആൻറ്റിബോഡി റിയേജൻസിനെയാണ് നമ്മൾ ആൻറ്റിസിറാസ് എന്ന് പറയുന്നത്. ആൻഡ് ആൻറ്റിസിറാസ് ക്യാൻ ബി ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻ ടു പോളിക്ലോണൽ ആൻറ്റിസിറാസ് ആൻഡ് മോണോക്ലോണൽ ആൻറ്റിസിറാസ്. സോ പോളിക്ലോണൽ ആൻറ്റിസിറാസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഹ്യൂമൻ ബീങ് ആണ് സോഴ്സ് ആയിട്ട് നിൽക്കുന്നത്. സോ ഈ ഒരു കേസിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഡോണേഴ്സിനെ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഇപ്പോൾ B ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരിൽ A ആൻറ്റിബോഡി ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ A ഗ്രൂപ്പ് ഇൻഡിവിജ്വലിൻ്റെ സിറത്തിൽ B ആൻറ്റിബോഡീസ് ആയിരിക്കും ഉണ്ടാവുക. സോ ഇഫ് യു വാണ്ട് ടു ഗെറ്റ് A ആൻറ്റിബോഡിയാണ് കിട്ടേണ്ടതെങ്കിൽ നമ്മുടെ ഡോണർ എന്ന് പറയുന്നത് B ഇൻഡിവിജ്വൽസ് ആയിരിക്കും. സോ ഈ B ഇൻഡിവിജ്വൽസിൽ നമ്മൾ സൊല്യൂബിൾ ആയിട്ടുള്ള ആൻറ്റിജൻസ് ഇൻഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൊടുത്തിട്ട് അവരുടെ ആൻറ്റിബോഡി ടൈറ്റർ നമ്മൾ കൂട്ടുക. ആൻറ്റിബോഡി ടൈറ്റർ കൂട്ടിയിട്ട് ബൾക്കായിട്ട് നമ്മൾ പ്ലാസ്മ ഫെറസിസ് വഴി നമുക്ക് പോളിക്ലോണൽ ആൻറ്റിസിറാസിനെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സിമിലർലി മോണോക്ലോണൽ ആൻറ്റിസിറ എന്ന് പറയുന്ന സമയത്ത് ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള ഒരു റീസെൻ്റ് അഡ്വാൻസസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ റീസെൻ്റ് ആയിട്ട് ഇപ്പം ഇറങ്ങുന്ന ആൻറ്റിസിറാസ് എല്ലാം മോണോക്ലോണൽ ആൻറ്റിസിറാസ് ആണ്. സോ ദേ ആർ ഒബ്റ്റെയിൻ ഫ്രം കൾച്ചേഴ്സ് ഓഫ് സെൽ സെക്രീറ്റിംഗ് ആൻറ്റിബോഡീസ് കോൾഡ് ഹൈബ്രിഡോമസ്. ഹൈബ്രിഡോമ ടെക്നോളജി വഴി ബൾക്കായിട്ട് മാസീവായിട്ടാണ് മോണോക്ലോണൽ ആൻറ്റിസിറാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് വെരി സ്പെസിഫിക് ആണ്. അത്രയും സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു സിംഗിൾ ക്ലോൺ ഓഫ് സെൽസിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആൻറ്റിബോഡീസ് ആയിരിക്കും മോണോക്ലോണൽ ആൻറ്റിസിറ വഴി നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, നൗ കമ്മിങ് ഓൺ ടു ദ മോണോക്ലോണൽ റീജൻസ്. സോ മോണോക്ലോണൽ റീജൻസിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് യൂഷ്വലി ഹ്യൂമൻ ബീങ്സ് ഒന്നുമല്ല, ഇറ്റ് ഇസ് മൗസ്. സോ മൗസ് മോണോക്ലോണൽ ആൻറ്റി-A ആൻഡ് ആൻറ്റി-B റീജൻസ് ആണ് നമ്മൾ
ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഹൈബ്രിഡോമ ടെക്നോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മൗസിനെ തന്നെയാണ്. ദെൻ ദ ബേസിക് അതിൻ്റെ പെക്യുലാരിറ്റീസ് എന്ന് പറയുന്നത്, മോണോക്ലോണൽ റിയേജൻസിൻ്റെ പെക്യുലാരിറ്റീസ് എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി, സ്പെസിഫിസിറ്റി, പൊട്ടൻസി, ബാച്ച് ടു ബാച്ച് കൺസിസ്റ്റൻസി, ആബ്സെൻസ് ഓഫ് നോൺ സ്പെസിഫിക് ആൻറ്റിബോഡീസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഇസ് ഡിറക്റ്റഡ് അഗെയിൻസ്റ്റ് എ സിംഗിൾ ക്ലോൺസ് ഓഫ് സെൽസ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ബി സെല്ലിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള പ്ലാസ്മ സെൽസാണ് ഈ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അത്രയും സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ആയിരിക്കും മോണോക്ലോണൽ റീജൻസ് വഴി നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ദെൻ it is also free from viruses and it is used for detecting weak antigens. അതായത് നമ്മൾ എയുടെ സബ് ഗ്രൂപ്പ്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ എക്സ്ട്രാ ആൻറ്റിജൻസ്, ഫോർ എക്സാമ്പിൾ എക്വയർഡ് ബി ഫിനോമിനെ കുറിച്ച് നമ്മൾ പഠിക്കും. വേറൊരു സെഷനിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ABO ഡിസ്ക്രിപ്പൻസീസിലാണ് അത് വരുന്നത്. സോ ഇങ്ങനെയുള്ള ഫിനോമിനൊക്കെ വരുന്ന സമയത്ത് എക്സ്ട്രാ ആയിട്ട് നോർമലി കാണുന്ന ആൻറ്റിജൻസിന് ഉപരി മറ്റുള്ള ആൻറ്റിജൻസ് കൂടെ റെഡ് സെൽസിൻ്റെ മുകളിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ. അപ്പോൾ അങ്ങനെയുള്ള ആൻറ്റിജൻസിനൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് മോണോക്ലോണൽ റിയേജൻസ് യൂസ്ഫുൾ ആണ്. Now coming on to the most important session, that is the antiseras which are used in blood banking. So blood banking നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്ന ആൻറ്റിസിറാസ് എന്ന് പറയുമ്പോൾ ABO ഗ്രൂപ്പിംഗ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 3 ആൻറ്റിസിറയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഒന്ന് ആൻറ്റി-A, ആൻറ്റി-B, ആൻറ്റി-AB. ആൻറ്റി-A എന്ന് പറയുമ്പോൾ അതിൻ്റെ കളർ കോഡ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കളർ കോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ അതിൽ കൊടുക്കുന്ന കളർ ഏത് ഡൈയിൽ നിന്ന് എടുത്തതാണെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആൻറ്റി-A എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബ്ലൂ ഇൻ കളർ ആൻഡ് ആ ബ്ലൂ കളർ കൊടുക്കുന്നത് മെത്തിലിൻ ബ്ലൂ ആണ് മെയിൻലി, ആൻഡ് ഓഫൺ ട്രിപ്പാൻ ബ്ലൂ ഓൾസോ ഈസ് യൂസ്ഡ്. ദെൻ ആൻറ്റി-B എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യെല്ലോ ഇൻ കളർ. അവിടെ ആക്രിഫ്ലാവിൻ ആണ് ഡൈ യൂസ് ചെയ്യുന്നത്. ടാട്രാസിൻ ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ സം കേസസ്. സോ ബേസിക്കലി നിങ്ങൾ പറയുമ്പോൾ മെത്തിലിൻ ബ്ലൂ ആൻഡ് ആക്രിഫ്ലാവിൻ തന്നെയാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. ദെൻ ആൻറ്റി-ABയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ 2 തരം ആൻറ്റി-ABs ഉണ്ട്. ചില റിയേജൻസ് കളർലെസ് ആണ്, ചില റിയേജൻസ് പിങ്ക് കളറിലാണ് ഉണ്ടാവുന്നത്. സോ ഇപ്പോൾ ഇറങ്ങുന്ന റിയേജൻസ് എന്ന് പറയുന്നത് യൂഷ്വലി കളർലെസ് ആണെന്ന് തോന്നുന്നു. സോ ഇയോസിനാണ് ആ പിങ്ക് കളർ കൊടുക്കുന്ന ഒരു പിങ്ക് കളർ കൊടുക്കുന്ന ഡൈ എന്ന് പറയുന്നത് ഇയോസിനാണ്. ദെൻ ആൻറ്റി-D എന്ന് പറയുമ്പോൾ യൂഷ്വലി അത് RH ഗ്രൂപ്പ് കൂടി, അതായത് ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ABO ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ വി ആർ ജസ്റ്റ് ടെല്ലിങ് വെദർ ദ ബ്ലഡ് ഗ്രൂപ്പ് ഇസ് A, B or O, അല്ലെങ്കിൽ AB ആണോ എന്നേ പറയുന്നുള്ളൂ. ആക്ച്വലി നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് പറയുന്ന സമയത്ത് A പോസിറ്റീവ് അല്ലെങ്കിൽ A നെഗറ്റീവ് അല്ലെങ്കിൽ B പോസിറ്റീവ് B നെഗറ്റീവ് എന്നൂടെ പറയണം. സോ RH ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റിസിറയാണ് ആൻറ്റി-D എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് RH സിസ്റ്റത്തിൽ പഠിക്കാം. സോ ആൻറ്റി-D എന്ന് പറയുമ്പോൾ യൂഷ്വലി കളർലെസ് ആയിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ നമ്മൾ ബ്ലഡ് ബാങ്കിൽ യൂസ് ചെയ്യുന്ന 2 സപ്ലിമെൻ്ററി റിയേജൻസ് ആണ്. ഒന്ന് ആൻറ്റി-H ലെക്റ്റിനും ഒന്ന് ആൻറ്റി-A1 ലെക്റ്റിനും. ആൻറ്റി-H ലെക്റ്റിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എക്സ്ട്രാക്ട് ഓഫ് യൂലെക്സ് യൂറോപ്പിയസ്. അതായത് യൂലെക്സ് യൂറോപ്പിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലാന്റ് എക്സ്ട്രാക്റ്റ് ആണ്, ഒരു പ്ലാന്റിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു ലെക്റ്റിനാണ് ആൻറ്റി-H ലെക്റ്റിൻ. ആൻഡ് ദിസ് ഇസ് എ ആൻറ്റിസിറ വിച്ച് ഇസ് സസ്പെൻഡഡ് ഇൻ സോഡിയം ക്ലോറൈഡ് ആൻഡ് ബൊവൈൻ ആൽബുമിൻ. സോ സോഡിയം ക്ലോറൈഡ് ബൊവൈൻ ആൽബുമിൻ സൊല്യൂഷനിൽ യൂലെക്സ് യൂറോപ്പിയസിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് ആണ് ആൻറ്റി-H ലെക്റ്റിൻ എന്ന് പറയുന്നത്. അത് ബോംബെ ഗ്രൂപ്പൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ആൻറ്റി-A1 ലെക്റ്റിൻ. ആൻറ്റി-A1 ലെക്റ്റിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഡോളിക്കോസ് ബൈഫ്ലോറസ്. അത് ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഡോളിക്കോസ് ബൈഫ്ലോറസ് എന്നാണ് നമ്മൾ മലയാളത്തിൽ മുതിര എന്ന് പറയുന്ന ഒരു ഗ്രെയിൻ ആണ്. സോ ഇറ്റ് ഇസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഡോളിക്കോസ് ബൈഫ്ലോറസ്. ഇറ്റ് ഈസ് ഓൾസോ സസ്പെൻഡഡ് ഇൻ സോഡിയം ക്ലോറൈഡ് ആൻഡ് ബൊവൈൻ ആൽബുമിൻ. So that is all about the reagents or the antiseras which are used in blood banking. പിന്നെ ബ്ലഡ് ഗ്രൂപ്പിംഗ് റിയേജൻസ് പൊതുവേ എല്ലാം മോണോക്ലോണൽ റിയേജൻസ് ആണ്. ആൻറ്റിസിറാസ് ഇറങ്ങുന്നതെല്ലാം മോണോക്ലോണൽ ആയിട്ടുള്ള റിയേജൻസ് ആണ്. മോണോക്ലോണൽ മീൻസ് ഇറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം മ്യൂറിൻ സോഴ്സ് അല്ലെങ്കിൽ മൗസ് സോഴ്സ് ആണ് അത് യൂസ് ചെയ്യുന്നത്. അത് IgM ആണ് യൂഷ്വലി. പക്ഷേ ആൻറ്റി-D എന്ന് പറയുന്നത് IgG അല്ലെങ്കിൽ IgM ബ്ലെൻഡ് ആൻറ്റിസിറാസ് ആയിട്ടാണ് പുറത്തിറങ്ങുന്നത്. പിന്നെ ഇവരൊക്കെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി എ ഫോസ്ഫേറ്റ് ബഫർ സൊല്യൂഷൻ കണ്ടെയ്നിങ് സോഡിയം ക്ലോറൈഡ്, EDTA ആൻഡ് സം ബൊവൈൻ മെറ്റീരിയൽ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും പ്രാധാന്യമേറിയ ഒരു സംഭവമാണ് ഈ ആൻറ്റിസിറാസിൽ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ് ഏതാണെന്നുള്ളത്. ഇറ്റ് ഈസ് 1% സോഡിയം അസൈഡ്. സോ ഈ ഒരു സ്ലൈഡിൽ മാത്രം ഒരുപാട് MCQs വൈവ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എപ്പോഴും നിങ്ങളുടെ എക്സാമിന് വൈവയിലും അതുപോലെ PSC എക്സാംസിനൊക്കെ ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഇതിൽ മാത്രം ഇൻക്ലൂഡായി വന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 3 ആൻറ്റിസിറാസ് ഉണ്ട്. 3 ആൻറ്റിസിറാസിൻ്റെ കളർ കോഡ്, ആ കളർ കോഡ് കൊടുക്കുന്ന ഡൈ ഏതാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 ലെക്റ്റിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ലെക്റ്റിൻസിൻ്റെ സോഴ്സ് ഏതാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിസർവേറ്റീവ് ഏതാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. So that is all about the antiseras that is used in blood banking.
പിന്നെ എല്ലാ ആൻറ്റിസിറാസിനും അതിൻ്റേതായ ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും. നമ്മളൊരു ആൻറ്റിസിറ ബോട്ടിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ഒരുപാട് കാര്യങ്ങൾ വായിക്കാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ദ സ്റ്റോറേജ് കണ്ടീഷൻ. സ്റ്റോറേജ് ഓഫ് ആൻറ്റിസിറ എന്ന് പറയുന്നത് യൂഷ്വലി 2 to 8 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. അത് ഫ്രിഡ്ജിലാണ് നമ്മൾ കീപ്പ് ചെയ്യുക. ആൻഡ് എക്സ്പയറി ഡേറ്റ്, അതുപോലെ ഇതിൻ്റെ ലോട്ട് നമ്പർ, ബാച്ച് നമ്പർ, അതിൻ്റെ ടോട്ടൽ വോളിയം പൊതുവേ ആൻറ്റിസിറാസിൻ്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 10 ml ആണ്. പിന്നെ മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, ഇതൊക്കെ ആ ഒരു ആൻറ്റിസിറ ബോട്ടിലിൻ്റെ ലേബലിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളൊരു ആൻറ്റിസിറ യൂസ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു ഓൾസോ ചെക്ക് ഓൾ ദീസ് ലേബിൾസ്. ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 to 8 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ഈ ആൻറ്റിസിറാസ് എല്ലാം സ്റ്റോർ ചെയ്യേണ്ടത്. സോ ഹയർ ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യുക, അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഫ്രീസ് ചെയ്യുക, പിന്നെ തോ ചെയ്യുക, ഫ്രീസ് ചെയ്യുക, തോ ചെയ്യുക, ഇങ്ങനെ വരുന്ന സമയത്ത് ആ റിയേജൻറ്റിൻ്റെ ആക്ടിവിറ്റി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് കണ്ടീഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നൗ കമ്മിങ് ഓൺ ടു ദ റെഡ് സെൽ റിയേജൻസ്. സോ റെഡ് സെൽ റിയേജൻസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പൂൾഡ് ആയിട്ടുള്ള എ സെൽസും ബി സെൽസും ഒ സെൽസും ആണ്. എന്താണ് പൂൾഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? ഒന്നിലധികം പേരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, അതിനെയാണ് നമ്മൾ പൂൾ ചെയ്യുക എന്ന് പറയുന്നത്. ഫോർ എ ഗ്രൂപ്പ് ആണെങ്കിൽ 1, 2, 3 എ ഗ്രൂപ്പ് ബാഗിൽ നിന്ന് നമുക്ക് ബ്ലഡ് കളക്ട് ചെയ്യാം. എന്നിട്ട് കളക്ട് ചെയ്തിട്ട് 3 കൂടെ പൂൾ ചെയ്തിട്ട് നമ്മൾ സസ്പെൻഷൻ, അതായത് 5% റെഡ് സെൽ സസ്പെൻഷൻ ആണ് പൊതുവേ നമ്മൾ ബ്ലഡ് ബാങ്കിൽ യൂസ് ചെയ്യുന്നത്. 2 to 4% സസ്പെൻഷൻ ആണ് പറയുമെങ്കിലും 5% സസ്പെൻഷൻ ആണ് നമ്മൾ യൂഷ്വലി അവിടെ ഉണ്ടാക്കി വെക്കുന്നത്. ആൻഡ് ഈ ഒരു സൊല്യൂഷൻ നമ്മൾ സസ്പെൻഷൻ ആക്കി മാറ്റണമെങ്കിൽ, 5% റെഡ് സെൽ സസ്പെൻഷൻ ആക്കി മാറ്റണമെങ്കിൽ ഇതിനെ ഒരുപാട് പ്രാവശ്യം ബ്ലഡിനെ നമ്മൾ വാഷ് ചെയ്ത്, എന്തിനു വേണ്ടിയിട്ടാണ് വാഷ് ചെയ്യുന്നത്? സിറം റിമൂവ് ചെയ്യാൻ, പ്ലാസ്മ റിമൂവ് ചെയ്യാൻ, ഹീമോലൈസ്ഡ് ആയിട്ടുള്ള സെൽസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ലോട്ട്സോ, ഒരു ഫാൾസ് പോസിറ്റീവ് റിയാക്ഷൻ തരാൻ ചാൻസ് ഉള്ള എന്ത് സംഭവം ഉണ്ടെങ്കിലും അതിനൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഒരു നല്ലൊരു 5% ചെറി റെഡ് കളറുള്ള ഒരു ടൊമാറ്റോ റെഡ് കളറുള്ള ഒരു സസ്പെൻഷൻ ആക്കിയിട്ടാണ് നമ്മൾ ബ്ലഡ് ബാങ്കിൽ പൂൾഡ് സെൽസ് യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി 2 to 4% സെൽ സസ്പെൻഷൻ ഇസ് യൂസ്ഡ് ഇൻ ട്യൂബ് മെത്തേഡ്. നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് സ്ലൈഡ് മെത്തേഡിലും ചെയ്യാം, ട്യൂബ് മെത്തേഡിലും ചെയ്യാം. അതിൽ 2 to 4% സസ്പെൻഷൻ ആണെങ്കിൽ അതാണ് ട്യൂബ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. അതേസമയം 30 to 40% സസ്പെൻഷൻ ആണെങ്കിൽ അത് സ്ലൈഡ് മെത്തേഡിന് യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൗ കമ്മിങ് ഓൺ ടു ദ പ്രിപ്പറേഷൻ ഓഫ് 5% റെഡ് സെൽ സസ്പെൻഷൻ. സോ എങ്ങനെയാണ് നമ്മൾ ബ്ലഡ് ബാങ്കിലെ കോമൺ യൂസിന് വേണ്ടിയിട്ട് ഒരു റെഡ് സെൽ സസ്പെൻഷൻ ഉണ്ടാക്കുന്നത്? ഓൾറെഡി പറഞ്ഞു 5% റെഡ് സെൽ സസ്പെൻഷനാണ് നമ്മൾ യൂഷ്വലി ബ്ലഡ് ബാങ്കിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ 1 ml ഓഫ് ആൻറ്റിക്വാഗുലേറ്റഡ് ബ്ലഡ് ഒരു ഗ്ലാസ് ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. അതിനുശേഷം അതിലേക്ക് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ ഒരു 3/4 പോർഷൻ വരെ നമ്മൾ നോർമൽ സെലൈൻ ആഡ് ചെയ്യാം. ദെൻ ആ ടെസ്റ്റ് ട്യൂബ് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് 1000 RPM സെൻട്രിഫ്യൂജ് ചെയ്യാം. സെൻട്രിഫ്യൂജ് ചെയ്ത് ടെസ്റ്റ് ട്യൂബ് എടുത്തതിന് ശേഷം നമ്മൾ സൂപ്പർനേറ്റൻ്റ് ആയിട്ട് കിടക്കുന്ന ആ ഒരു പോർഷൻ നമ്മൾ ഡിസ്കാർഡ് ചെയ്യാം. ഡിസ്കാർഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ 3/4 പോർഷൻ വരെ നോർമൽ സെലൈൻ ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് എഗെയിൻ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുക, ഒന്നുകൂടെ എടുക്കുക, സൂപ്പർനേറ്റൻ ഡിസ്കാർഡ് ചെയ്യുക, ദെൻ എഗെയിൻ നമ്മൾ 3/4 പോർഷൻ വരെ നോർമൽ സെലൈൻ ഒഴിക്കുക. അങ്ങനെ നമ്മൾ സൂപ്പർനേറ്റൻ ക്ലിയർ ആവുന്ന വരെ ഏകദേശം 3 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും സൂപ്പർനേറ്റൻ നല്ല വൈറ്റ് കളർ അല്ലെങ്കിൽ വാട്ടറി ആയിട്ടുള്ള ഒരു നല്ലൊരു ക്ലിയർ സൂപ്പർനേറ്റൻ നമുക്ക് കിട്ടും. അങ്ങനെ ക്ലിയർ സൂപ്പർനേറ്റൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലാസ്റ്റ് സൂപ്പർനേറ്ററിനെയും കൂടെ ഡിസ്കാർഡ് ചെയ്തിട്ട് അതിനെ ആ വാഷ്ഡ് ആയിട്ടുള്ള താഴെ കാണുന്ന വാഷ്ഡ് സെൽസിൻ്റെ 1 ഡ്രോപ്പും 19 ഡ്രോപ്സ് നോർമൽ സെലൈനും നമ്മൾ മിക്സ് ചെയ്യുക. ആൻഡ് ദാറ്റ് ഇസ് ദ 5% റെഡ് സെൽ സസ്പെൻഷൻ. ഇത് നമുക്കൊരു 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 48 hours വരെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു റെഡ് സെൽ സസ്പെൻഷൻ്റെ പ്രിപ്പറേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഒരുവിധം എല്ലാ പ്രൊസീജിയേഴ്സിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സെൽ സസ്പെൻഷൻ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത്. സോ അതുകൊണ്ട് ഈ പ്രൊസീജിയർ എന്തായാലും ഓർത്ത് വയ്ക്കുക. നൗ ദ യൂസ് ഓഫ് ഗ്രൂപ്പ് ഒ സെൽസ് ഇൻ സിറം ഗ്രൂപ്പിംഗ്. ഗ്രൂപ്പ് ഒ സെൽസ് എന്ന് പറയുമ്പോൾ ഒ സെൽസിനെ പറ്റി നമുക്കറിയാം. ഒ സെൽസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ആൻറ്റിജൻസ് ഒന്നും തന്നെ ഇല്ല, ആൻറ്റിബോഡീസ് ആണ് ഒ ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസിൽ കാണുന്നത്. സോ ആൻറ്റിജൻസ് എ ആൻറ്റിജനും ബി ആൻറ്റിജനും ഇല്ല, പക്ഷേ എച്ച് ആൻറ്റിജൻ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതല്ലാത്ത ഏതെങ്കിലും ആൻറ്റിബോഡീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഗ്രൂപ്പ് ഒ സെൽസ് കോമൺലി ബ്ലഡ് ബാങ്കിൽ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ഒക്കർ ഡ്യൂ ടു ഇമ്മ്യൂണൈസേഷൻ ഐദർ ബൈ ട്രാൻസ്ഫ്യൂഷൻ ഓർ പ്രഗ്നൻസി. അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒ റിയേജൻറ്റ് സ്ക്രീൻ സെൽസ്. അത് ബേസിക്കലി നമ്മൾ ആൻറ്റിബോഡി സ്ക്രീനിങ്, ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള HDN പോലത്തെ കണ്ടീഷനൊക്കെ ഉണ്ടാക്കാൻ ടെൻഡൻസി ഉള്ള ആൻറ്റിബോഡീസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒ റിയേജൻറ്റ് സ്ക്രീൻ സെൽസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓൾറെഡി പറഞ്ഞ സപ്ലിമെൻ്ററി റിയേജൻസ്. സോ ആൻറ്റിസിറാസിൽ തന്നെ നമ്മൾ പഠിച്ച 2 കാര്യങ്ങളാണ് ലെക്റ്റിൻസ്.
ആൻറ്റി A1 ലെക്റ്റിനും ആൻറ്റി H ലെക്റ്റിനും ഉണ്ട്. ആൻറ്റി A1 ലെക്റ്റിൻ എന്ന് പറയുമ്പോൾ ഡോളിക്കോസ് ബൈഫ്ലോറസിൽ നിന്ന് എടുത്തതാണ്. അത് എന്റെ സബ് ഗ്രൂപ്പ്സ് ആയിട്ടുള്ള A1 A2നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻറ്റി H ലെക്റ്റിൻ എന്ന് പറയുമ്പോൾ യൂലെക്സ് യൂറോപ്പിയസ് എന്ന് പറയുന്ന പ്ലാന്റ് എക്സ്ട്രാക്റ്റിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. അത് ബോംബെ ഗ്രൂപ്പ് അതുപോലെയുള്ള കണ്ടീഷനൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ബേസിക്കലി ദ സപ്ലിമെൻ്ററി റീജൻസ്. നൗ കമ്മിങ് ഓൺ ടു ദി ABO ഗ്രൂപ്പിംഗ് മെത്തേഡ്സ്. സോ ABO ഗ്രൂപ്പിംഗ് മെത്തേഡ്സിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുന്നേ ഏതൊക്കെയാണ് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന ABO ഗ്രൂപ്പിംഗ് മെത്തേഡ്സ് എന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് ദ ഫോർവേഡ് ഗ്രൂപ്പിംഗ്. ഫസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫോർവേഡ് ഗ്രൂപ്പിങ്ങിനെ നമുക്ക് സെൽ ഗ്രൂപ്പിംഗ് എന്ന് പറയാം, ആൻറ്റിജൻ ടൈപ്പിംഗ് എന്നൊക്കെ പറയാം. അതിന് നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്, സ്ലൈഡ് മെത്തേഡും ടൈൽ മെത്തേഡും ട്യൂബ് മെത്തേഡും. സ്ലൈഡ് മെത്തേഡും ടൈൽ മെത്തേഡും ഏകദേശം ഒരേപോലെ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന സർഫസ് ഒന്ന് സ്ലൈഡിലും ഒന്ന് ടൈലിലുമാണെന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. റിവേഴ്സ് ഗ്രൂപ്പിംഗ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ആൻറ്റിബോഡി ഡിറ്റക്ഷൻ ഓർ സിറം ഗ്രൂപ്പിംഗ്. അതിനും സ്ലൈഡ് മെത്തേഡും ടൈൽ മെത്തേഡും ഉണ്ട്. പിന്നെ മൈക്രോപ്ലേറ്റ് മെത്തേഡ് ഉണ്ട്, ID മൈക്രോ ടൈപ്പിംഗ് സിസ്റ്റം, ദാറ്റ് ഈസ് ഡയമറ്റ് ഓർ ബയോവ്യൂ. നമ്മൾ യൂസ് ചെയ്യുന്ന ജെൽ കാർഡ് മെത്തേഡിനെയാണ് ID മൈക്രോ ടൈപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ ഓൾസോ ദി ഓട്ടോമേഷൻ ഓർ സെമി ഓട്ടോമാറ്റിക് ഇൻസ്ട്രുമെൻറ്റേഷൻ. ഇതൊക്കെ റീസെൻറ്റ് അഡ്വാൻസസിൽ വരുന്നതാണ്. സോ ഇത്രയുമാണ് ജനറലി ABO ഗ്രൂപ്പിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർവേഡ് ഗ്രൂപ്പിങ്ങും റിവേഴ്സ് ഗ്രൂപ്പിങ്ങും എങ്ങനെയാണ് ചെയ്യാമെന്നാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ദ ഫോർവേഡ് ഗ്രൂപ്പിംഗ്. സോ ഫോർവേഡ് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഡിറ്റക്ഷൻ ഓഫ് ദി ABO ആൻറ്റിജൻസ് ഓൺ എ പേഷ്യൻറ്റ് റെഡ് സെൽ യൂസിങ് സ്പെസിഫിക് ആൻറ്റിബോഡീസ്. പേഷ്യൻറ്റിൻ്റെയോ ഡോണറിൻ്റെയോ റെഡ് സെല്ലിൻ്റെ മുകളിലുള്ള ആൻറ്റിജൻസിനെ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡീസ്, വാട്ട് ഈസ് ദിസ് ആൻറ്റിബോഡീസ്? ആൻറ്റിസിറാസ്. അത് യൂസ് ചെയ്ത് നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എസ് ഫോർവേഡ് ഗ്രൂപ്പിംഗ്. സോ സെൽ ഗ്രൂപ്പിംഗ് എന്നും പറയാം, ബിക്കോസ് വി ആർ ഡിറ്റക്ടിങ് ദ സെല്ലുലാർ ആൻറ്റിജൻസ്. സോ ബേസിക്കലി ഞാൻ പറഞ്ഞു രണ്ട് മെത്തേഡ്സ് ആണുള്ളത്, സ്ലൈഡ് മെത്തേഡ് ഓർ ടൈൽ മെത്തേഡ് ആൻഡ് ഓൾസോ ട്യൂബ് മെത്തേഡ്. സ്ലൈഡ് മെത്തേഡിനെ സംബന്ധിച്ചിടത്തോളം അതിപ്പം യൂസ് ചെയ്യുന്നത് എമർജൻസി ആയിട്ടുള്ള ABO ഗ്രൂപ്പിങ്ങിലാണ്. എസ്പെഷ്യലി ഇൻ ഔട്ട്ഡോർ ക്യാമ്പ്സിലൊക്കെ ഒരുപാട് സാമ്പിൾസ് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്ലൈഡ് ഓർ ടൈൽ മെത്തേഡേ നടക്കുള്ളൂ, ബിക്കോസ് സെൻട്രിഫ്യൂജ് അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ ക്യാമ്പ്സിലൊക്കെ അത്രയും ബൾക്കായിട്ട് സാമ്പിൾസ് വരുമ്പോൾ നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ക്യാമ്പ്സിലൊക്കെയാണ് നമ്മൾ യൂഷ്വലി സ്ലൈഡ് മെത്തേഡ് ഇപ്പം അഡോപ്റ്റ് ചെയ്യുന്നത്. ദെൻ റിക്വയർമെൻറ്റ്സ് പറയുകയാണെങ്കിൽ വി റിക്വയർ എ ഗ്ലാസ് സ്ലൈഡ്. നമുക്ക് ബ്ലഡ് സാമ്പിൾ വേണം. സ്ലൈഡ് മെത്തേഡിന് ഓൾറെഡി ഞാൻ പറഞ്ഞു, സ്ലൈഡ് മെത്തേഡാണ് ചെയ്യുന്നതെങ്കിൽ 30 to 40% റെഡ് സെൽ സസ്പെൻഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ആൻറ്റിസിറാസ് വേണം, ആൻറ്റി-B, ആൻറ്റി-A, ആൻറ്റി-AB. ഈ 3 ആൻറ്റിസിറാസ് വേണം. ഇത് ABO ഗ്രൂപ്പിംഗ് മാത്രമേ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുള്ളൂ. ഈ 3 ആൻറ്റിസിറാസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. ഇതിൻ്റെ കൂടെ പോസിറ്റീവ് ആണോ, RH പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കൂടെ പറയണമെങ്കിൽ നമുക്ക് ഒരു ആൻറ്റിസിറ കൂടെ വേണം, ആൻറ്റി-D. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ സിസ്റ്റത്തിൽ തന്നെ പഠിക്കാം. ദെൻ ആപ്ലിക്കേറ്റർ സ്റ്റിക്സ്, മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആപ്ലിക്കേറ്റർ സ്റ്റിക്സ് വേണം. പിന്നെ നമുക്ക് മാർക്കർ പെൻ വേണ്ടി വരും സ്ലൈഡിൽ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ യൂസ് ചെയ്യാം. നൗ കമ്മിങ് ഓൺ ടു ദ പ്രൊസീജിയർ ഓഫ് ദ സ്ലൈഡ് മെത്തേഡ് ഓർ ദ ടൈൽ മെത്തേഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്ലൈഡിനെ ഒരു ഗ്ലാസ് സ്ലൈഡിൽ AB എന്ന് മാർക്കിംഗ് കൊടുക്കുക, ലേബൽ ചെയ്യാം. അതിനുശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട റെഡ് സെൽ, അതായത് ഡോണറുടെയോ പേഷ്യൻ്റെയോ റെഡ് സെല്ലിൻ്റെ 30 to 40% റെഡ് സെൽ സസ്പെൻഷനിൽ നിന്നും ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ഈ 3 ലേബൽ ചെയ്തിട്ടുള്ള 3 കോളത്തിലേക്ക് AB എന്ന് പറയുന്ന 3 ഭാഗത്തേക്ക് നമ്മൾ ഒരു ഡ്രോപ്പ് ഓഫ് സസ്പെൻഷൻ ട്രാൻസ്ഫർ ചെയ്യാം. സിമിലർലി ഒരു ഡ്രോപ്പ് ആൻറ്റിസിറ, അതായത് ആൻറ്റി-A ടു ദ പോർഷൻ ലേബിൾഡ് ആസ് A, ആൻറ്റി-B ടു ദ പോർഷൻ ലേബിൾഡ് ആസ് B, ആൻറ്റി-AB ടു ദ പോർഷൻ ലേബിൾഡ് ആസ് AB. അപ്പം 3 കോളത്തിലേക്കും നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിസിറാസും ആഡ് ചെയ്ത് കഴിഞ്ഞു. പിക്ചറിൽ കാണുന്നത് പോലെ ഞാൻ പറഞ്ഞു, ആൻറ്റി-AB എന്ന് പറയുമ്പോൾ 2 രീതിയിലുണ്ട്. ഒന്ന് കളർലെസ് ആയിട്ടും ഇറങ്ങുന്നുണ്ട്, അതേപോലെ കളേർഡായിട്ട് പിങ്ക് കളറിലും ഇറങ്ങുന്നുണ്ട്. അത് ഓർത്ത് വയ്ക്കണം. പിങ്ക് കളർ ആണെങ്കിൽ അത് പിങ്ക് കളർ കൊടുക്കുന്നത് യോസിനാണ്. സോ ഇത്രയും പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സെല്ലും ആൻറ്റിസിറാസും കൂടെ ഒരു ആപ്ലിക്കേറ്റർ സ്റ്റിക്ക് യൂസ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഒരു 2 centimeter ഏരിയാസിൽ കവർ ചെയ്യുന്ന രീതിയിൽ മിക്സ് ആക്കുക. ദെൻ ജെൻറ്റ്ലി ടിൽറ്റ്, അതായത് റോക്ക് ചെയ്യുക മീൻസ് സ്ലൈഡ് പിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അഗ്ലൂട്ടിനേഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ആൻഡ് റെക്കോർഡ് ദ റിസൾട്ട്സ് വിത്തിൻ 2 minutes. സോ ദിസ് ഇസ് ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി ഫോർവേഡ് ഗ്രൂപ്പിംഗ്. സോ ഇവിടെ AB കൂടാതെ നമുക്ക് വേറൊരു പോർഷൻ കൂടെ കാണാം, കൺട്രോൾ. എപ്പോഴും നമ്മളൊരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കൺട്രോൾ സെറ്റും കൂടെ റൺ ചെയ്യണം, ബിക്കോസ് ഇൻ ഓർഡർ ടു ചെക്ക് വെദർ ദ സെൽസ് വി ആർ യൂസിങ് ഇസ് ഷോയിങ് സം കൈൻഡ് ഓഫ് ഓട്ടോ ഹിമോലൈസിസ് ഓർ ഓട്ടോ അഗ്ലൂട്ടിനേഷൻ. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സെൽസ് ഓട്ടോ അഗ്ലൂട്ടിനേറ്റിംഗ് ആണോ അല്ലെങ്കിൽ ഓട്ടോ ഹിമോലൈസിസ് കാണിക്കുന്നതാണെങ്കിൽ നമ്മൾ റിസൾട്ട്സ് മിസ്ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൺട്രോൾ എപ്പോഴും റൺ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആസ് വി ഹാവ് ഷോൺ ഇൻ ദ പിക്ചർ, എയിലും ബിയിലും, അതായത്
എ ആൻറ്റിസിറ ഒഴിച്ച സമയത്തും AB ആൻറ്റിസിറ ഒഴിച്ച സമയത്തും എഗ്ലൂട്ടിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ സെൽ കണ്ടെയ്ൻസ് A ആൻറ്റിജൻ. B ആൻറ്റിജൻ എഗ്ലൂട്ടിനേറ്റ് ചെയ്തില്ല, B ആൻറ്റിസിറ എഗ്ലൂട്ടിനേറ്റ് ചെയ്യാത്തതുകൊണ്ട് ദ സെൽ ഡസൻ കണ്ടെയ്ൻ B ആൻറ്റിജൻ. സോ ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഇസ് ദ ഗ്രൂപ്പ് A. സെക്കൻഡ് തിങ് നോക്കുകയാണെങ്കിൽ B ആൻഡ് AB എഗ്ലൂട്ടിനേഷൻ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് B ആണ് ഗ്രൂപ്പ്. മൂന്നാമത്തതിൽ എയിലും ബിയിലും എഗ്ലൂട്ടിനേഷൻ ഉണ്ട്, അതേപോലെ AB-യിലും എഗ്ലൂട്ടിനേഷൻ ഉണ്ട്. സോ ഇറ്റ് മീൻസ് ദാറ്റ് ദ ഗ്രൂപ്പ് ഇസ് AB. മൂന്നിലും എഗ്ലൂട്ടിനേഷൻ ഇല്ല, A ആൻറ്റിസിറയിലും എഗ്ലൂട്ടിനേഷൻ ഇല്ല, B ആൻറ്റിസിറയിലും എഗ്ലൂട്ടിനേഷൻ ഇല്ല, AB-യിലും എഗ്ലൂട്ടിനേഷൻ ഇല്ല, വിച്ച് മീൻസ് ദാറ്റ് ദ സെൽ ഡസൻ കണ്ടെയ്ൻസ് എനി ഓഫ് ദി ആൻറ്റിജൻസ്. സോ ഇറ്റ് മീൻസ് ദാറ്റ് ദ ബ്ലഡ് ഗ്രൂപ്പ് ഇസ് O. Now what are the disadvantages of this method? ട്യൂബ് മെത്തേഡിനേക്കാളും വളരെ സെൻസിറ്റിവിറ്റി കുറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ് സ്ലൈഡ് മെത്തേഡ്. ആൻഡ് ഓഫ് കോഴ്സ് ദ മെയിൻ പ്രോബ്ലം ഇസ് ദ ഡ്രൈയിങ് എഫക്റ്റ്. അതായത് ഈ രണ്ട് മിക്സ് ചെയ്തിട്ടുള്ള നമ്മൾ ആൻറ്റിജനും ആൻറ്റിസിറാസും കൂടെ, അതായത് സെല്ലും ആൻറ്റിസിറും കൂടെ മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഡ്രൈ ആയി പോയതിനെ നമ്മൾ എഗ്ലൂട്ടിനേഷൻ ആണെന്ന് കരുതി റിസൾട്ട് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു ബേസിക് ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതുപോലെ വീക്ക്ലി റിയാക്റ്റിംഗ് ആയിട്ടുള്ള ആൻറ്റിജൻസിനെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ആൻഡ് ഓഫ് കോഴ്സ് സ്ലൈഡ് മെത്തേഡ് എപ്പോഴും നമ്മൾ മറ്റൊരു മെത്തേഡ് വെച്ച് നമ്മൾ കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. നൗ കമ്മിങ് ഓൺ ടു ദ ട്യൂബ് മെത്തേഡ്. ട്യൂബ് മെത്തേഡിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഡ്രൈ ഇഫക്റ്റ് ഇല്ല. സെക്കൻഡ് തിങ് ഇസ് നമ്മൾ ട്യൂബ് സെൻട്രിഫ്യൂജ് ചെയ്യുന്നുണ്ട് റിയാക്ഷൻ സ്പീഡ് കൂട്ടാൻ, അല്ലെങ്കിൽ സോ ആൻറ്റിബോഡി അപ്ടേക്ക് കൂടി ഏറ്റവും നല്ല രീതിയിലുള്ളൊരു റിയാക്ഷൻ തന്നെ നമുക്ക് ട്യൂബ് മെത്തേഡിൽ കിട്ടും. ആൻഡ് ട്യൂബ് മെത്തേഡ് ക്യാൻ ഓൾസോ ബി യൂസ് ഫോർ റിവേഴ്സ് ഗ്രൂപ്പിംഗ് ഓൾസോ. സോ ഈ ട്യൂബ് മെത്തേഡ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഇമ്മീഡിയറ്റ് സ്പിൻ മെത്തേഡും, രണ്ട് സെലൈൻ റൂം ടെമ്പറേച്ചർ ടെക്നിക്കും. ട്യൂബ് മെത്തേഡിൻ്റെ റിക്വയർമെൻറ്റ്സ് പറയുകയാണെങ്കിൽ ഇറ്റ് റിക്വയർസ് ടെസ്റ്റ് ട്യൂബ്, ബ്ലഡ് സാമ്പിൾ. ഇവിടെ 2 to 4% റെഡ് സെൽ സസ്പെൻഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻറ്റിസിറാസ് വേണം, ആൻറ്റി-A, ആൻറ്റി-B, ആൻറ്റി-AB, ആൻഡ് ഓൾസോ വി റിക്വയർ എ സെൻട്രിഫ്യൂജ്. സോ ഫസ്റ്റ് മെത്തേഡ് ഇസ് ദ ഇമ്മീഡിയറ്റ് സ്പിൻ മെത്തേഡ്. സോ ഇവിടെ നമ്മൾ 3 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. കൺട്രോളിന് വേണ്ടി ഒരു ടെസ്റ്റ് ട്യൂബ് കൂടെ വേണമെങ്കിൽ എടുത്ത് വയ്ക്കാം. സോ 3 ടെസ്റ്റ് ട്യൂബിൻ്റെ മുകളിൽ നമ്മൾ A-B-AB എന്ന് ലേബിൾ ചെയ്യുക. ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് A എന്ന് ലേബിൾ ചെയ്യുക, സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് B എന്ന് ലേബിൾ ചെയ്യുക, തേർഡ് ടെസ്റ്റ് ട്യൂബ് AB എന്ന് ലേബിൾ ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് 2 ഡ്രോപ്പ് ആൻറ്റിസിറ ഒഴിക്കാം. A എന്ന് ലേബിൾ ചെയ്ത ട്യൂബിലേക്ക് A ആൻറ്റിസിറയുടെ 2 ഡ്രോപ്പ്, Bയിലേക്ക് B ആൻറ്റിസിറയുടെ 2 ഡ്രോപ്സ്, AB-യിലേക്ക് AB ആൻറ്റിസിറയുടെ 2 ഡ്രോപ്സ്. അതിനുശേഷം 3 ട്യൂബ്സിലേക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട റെഡ് സെൽ സസ്പെൻഷൻ്റെ 5% ആക്കി വെച്ച റെഡ് സെൽ സസ്പെൻഷൻ്റെ 1 ഡ്രോപ്പ് 3ലേക്കും ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇത് ഇമ്മീഡിയറ്റ് സ്പിൻ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു 15 to 20 സെക്കൻഡ്സിൽ ഒന്ന് സെൻട്രിഫ്യൂജ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ലൈസിസ് ഉണ്ടോ എഗ്ലൂട്ടിനേഷൻ ഉണ്ടോ എന്നുള്ളത് ഒരു വെൽ ലൈറ്റഡ് ബാക്ക്ഗ്രൗണ്ടിൽ റിസൾട്ട്സ് റെക്കോർഡ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ ഇമ്മീഡിയറ്റ് സ്പിൻ മെത്തേഡ്. ഇതേ പ്രൊസീജിയർ തന്നെ നമുക്ക് ഇൻക്യുബേഷൻ മാറ്റിയിട്ട് വേറൊരു രീതിയിലും ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞ കാര്യമൊക്കെ സെയിം തന്നെ. 1% നമ്മൾ പേഷ്യൻ്റ് റെഡ് സെൽസ് 5% നമ്മളെ പേഷ്യൻ്റ് റെഡ് സെൽസ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ 60 minutes റൂം ടെമ്പറേച്ചറിൽ ഇൻക്യുബേറ്റ് ചെയ്യാം. അതിനുശേഷം ഹീമോലൈസിസോ എഗ്ലൂട്ടിനേഷനോ ഉണ്ടോ എന്ന് നോക്കിയിട്ട് റിസൾട്ട്സ് റീഡ് ചെയ്യുക. അതാണ് സെലൈൻ റൂം ടെമ്പറേച്ചർ ടെക്നിക്. സോ ഫസ്റ്റ് വൺ ഇസ് ദ ഇമ്മീഡിയറ്റ് സ്പിൻ മെത്തേഡ്. അവിടെ നമ്മൾ 15 to 20 seconds സെൻട്രിഫ്യൂജ് ചെയ്യുന്നു, എന്നിട്ട് റിസൾട്ട് റെക്കോർഡ് ചെയ്യുന്നു. സെക്കൻഡ് തിങ് ഇസ് സെലൈൻ റൂം ടെമ്പറേച്ചർ ടെക്നിക്. അവിടെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ കുറേ അധികം നേരം ഇൻക്യുബേറ്റ് ചെയ്യുന്നു. സോ ട്യൂബ് മെത്തേഡിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു കൺട്രോൾ ട്യൂബ് റൺ ചെയ്യണം. കൺട്രോൾ എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോ ഹീമോലൈസിസ് ഓർ ഓട്ടോ എഗ്ലൂട്ടിനേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇൻ ഓർഡർ ടു അവോയ്ഡ് ഫാൾസ് പോസിറ്റീവ് റിയാക്ഷൻസ്. സോ എ ഗ്രൂപ്പ് ആണെങ്കിൽ എയിലും AB-യിലും എഗ്ലൂട്ടിനേഷൻ ഉണ്ടാകും, ബിക്കോസ് ഇറ്റ് റിയാക്ട്സ് വിത്ത് ദി A ആൻറ്റിസിറ ആൻഡ് AB ആൻറ്റിസിറാസ്. ബി ഗ്രൂപ്പ് ആണെങ്കിൽ ബിയിലും AB-യിലും എഗ്ലൂട്ടിനേഷൻ ഉണ്ടാകും. AB ഗ്രൂപ്പ് ആണെങ്കിൽ എയിലും ബിയിലും AB-യിലും എഗ്ലൂട്ടിനേഷൻ ഉണ്ടാകും. O ഗ്രൂപ്പ് ആണെങ്കിൽ O ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ആൻറ്റിജൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ആൻറ്റിസിറയായിട്ടും അത് റിയാക്ട് ചെയ്യില്ല. സോ ഒന്നിലും എഗ്ലൂട്ടിനേഷൻ ഉണ്ടാവില്ല. ഇതാണ് ട്യൂബ് മെത്തേഡിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. നമുക്ക് ടാബുലേറ്റ് ചെയ്ത് ബേസിക്കലി ഫോർവേഡ് ഗ്രൂപ്പിംഗ് മൊത്തത്തിൽ ടാബുലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ സ്ലൈഡ് മെത്തേഡ് ആയാലും ട്യൂബ് മെത്തേഡ് ആയാലും ഇൻ്റർപ്രിട്ടേഷൻ സെയിം തന്നെയാണ് ഫോർവേഡ് ഗ്രൂപ്പിങ്ങിൻ്റെ. സോ A ആൻറ്റിസിറയായിട്ട് എഗ്ലൂട്ടിനേറ്റ് ചെയ്യുന്നുണ്ട്, AB ആൻറ്റിസിറയായിട്ട് എഗ്ലൂട്ടിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദ ബ്ലഡ് ഗ്രൂപ്പ് ഇസ് A. സിമിലർലി B ആൻഡ് AB ആണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് ഇസ് B. AB ആൻഡ് AB ആണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് ഇസ് AB. ഒരു ആൻറ്റിസിറയായിട്ടും എഗ്ലൂട്ടിനേറ്റ് ചെയ്യില്ല എങ്കിൽ ഇറ്റ് ഇസ് O.
സോ ദിസ് ഇസ് ദ ബേസിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫോർവേഡ് ഗ്രൂപ്പിംഗ്. പിന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ്റെ ഗ്രേഡിംഗ് സിസ്റ്റം. ഇപ്പം നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് കാണാം ഈ ടെസ്റ്റ് ട്യൂബിൽ കാണുന്ന പോലെ ഫ്രീ ആയിട്ട് എല്ലാ RBCസും എങ്ങനെയാണോ നമ്മൾ സസ്പെൻഷൻ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ നമ്മൾ സസ്പെൻഷൻ അങ്ങനെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ കിടക്കും. RBCs ആർ ഫ്രീ, ആരുമായിട്ടും ബൈൻഡ് ചെയ്തിട്ടില്ല, അഗ്ലൂട്ടിനേറ്റഡ് ആയിട്ട് ഒരു RBCസും ഇല്ല, അങ്ങനെ തന്നെ കിടക്കും. ഗ്രേഡ് 1 ആണെങ്കിൽ സം ഓഫ് ദി RBCs ആർ അഗ്ലൂട്ടിനേറ്റഡ് ആൻഡ് ദർ ആർ ഓൾസോ സം ഫ്രീ സെൽസ്. സറൗണ്ടിങ്ങിൽ കുറേ ഫ്രീ സെൽസും ഉണ്ട്, അഗ്ലൂട്ടിനേറ്റഡ് ആയിട്ടുള്ള RBCസും ഉണ്ട്. ഗ്രേഡ് 2 ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി RBCs ആർ അഗ്ലൂട്ടിനേറ്റഡ് വിത്ത് സം ഫ്രീ സെൽസ്. അതന്നെ കുറച്ച് വലിയ ക്ലംസ് ആയിട്ട് കാണുന്നുണ്ട്. അതിനേക്കാൾ വലിയ ക്ലംസ് വിത്ത് വെരി ഫ്യൂ ഫ്രീ സെൽസ് സറൗണ്ടിങ് സസ്പെൻഷനിലാണെങ്കിൽ ഇറ്റ് ഇസ് ഗ്രേഡ് 3. ഗ്രേഡ് 4 ആണെങ്കിൽ ഒരു ലാർജ് തിക്ക് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ബട്ടൺ ആയിരിക്കും ഗ്രേഡ് 4 ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ ഗ്രേഡിംഗ് ഓഫ് അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ. നൗ കമ്മിങ് ഓൺ ടു ദ റിവേഴ്സ് ഗ്രൂപ്പിംഗ്. അപ്പോൾ ഫോർവേഡ് ഗ്രൂപ്പിങ്ങിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്ലൈഡ് മെത്തേഡും ഉണ്ട്, ട്യൂബ് മെത്തേഡും ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ റിവേഴ്സ് ഗ്രൂപ്പിങ്ങിനും സ്ലൈഡ് മെത്തേഡും ട്യൂബ് മെത്തേഡും ഉണ്ട്. സോ ബേസിക്കലി റിവേഴ്സ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സിറമാണ് നമ്മുടെ സാമ്പിൾ. സിറത്തിനകത്തുള്ള ആൻറ്റിബോഡീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് ആ പേഷ്യൻ്റ് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ നമുക്കറിയാം ഓരോ ബ്ലഡ് ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസിനും അതിൻ്റേതായ സ്പെസിഫിക് ആൻറ്റിബോഡീസും ഉണ്ടാകും. സോ പേഷ്യൻ്റെ സിറത്തിനകത്തുള്ള ആൻറ്റിബോഡീസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക ബൈ യൂസിങ് നോൺ A cells, B cells and O cells. എന്നിട്ട് ആ പേഷ്യൻ്റെ ABO ഗ്രൂപ്പ് ഏതാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുക. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 5% പൂൾഡ് സെൽ സസ്പെൻഷൻ ആണ് A സെല്ലിൻ്റെയും B സെല്ലിൻ്റെയും O സെല്ലിൻ്റെയും. സോ നമ്മൾ സിറം ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് സിറം ഗ്രൂപ്പിംഗ്. ആൻഡ് റിവേഴ്സ് ഗ്രൂപ്പിങ്ങിൻ്റെ വൺ ഓഫ് ദ ബേസിക് അഡ്വാൻറ്റേജസ് ദറ്റ് നമുക്ക് ബോംബെ ഗ്രൂപ്പ് പോലത്തെ ബ്ലഡ് ഗ്രൂപ്പ്സിനെ, റയറസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ്സിനെ നമുക്ക് റിവേഴ്സ് ഗ്രൂപ്പിങ്ങിൽ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നൗ കമ്മിങ് ഓൺ ടു സ്ലൈഡ് മെത്തേഡ്. സ്ലൈഡ് മെത്തേഡിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോർവേഡ് ഗ്രൂപ്പിങ്ങിലുള്ളതുപോലെ തന്നെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഗ്ലാസ് സ്ലൈഡ് വേണം, ആപ്ലിക്കേറ്റർ സ്റ്റിക്ക് വേണം. പക്ഷേ ഇവിടെ സാമ്പിൾ എന്ന് പറയുന്നത് സിറം സാമ്പിൾ ആണ് ആൻഡ് റിയേജൻ്റ് എന്ന് പറയുന്നത് 5% A സെൽ, B സെൽ ആൻഡ് O സെല്ലാണ്. അപ്പോൾ ഈ 4 സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഗ്ലാസ് സ്ലൈഡ് എടുക്കുക. ഗ്ലാസ് സ്ലൈഡിനെ A സെൽ, B സെൽ, O സെൽ എന്ന് നമ്മൾ ലേബൽ ചെയ്യുക. ലേബൽ ചെയ്തതിന് ശേഷം നമ്മൾ സാമ്പിളായിട്ടുള്ള സിറം, അതായത് ഡോണറിൻ്റെയോ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെയോ സിറം സാമ്പിളിൻ്റെ 2 ഡ്രോപ്പ് ഈ 3 ലേബിൾസിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. A സെൽ എന്ന് പറയുന്ന കോളം പോർഷനിലേക്കും B സെല്ലിലേക്കും O സെല്ലിലേക്കും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത 5% സെൽ സസ്പെൻഷൻ, A സെല്ലിൻ്റെയും B സെല്ലിൻ്റെയും O സെല്ലിൻ്റെയും സസ്പെൻഷൻ, A സെൽ സസ്പെൻഷൻ A സെൽ എന്ന് മാർക്ക് ചെയ്ത പോർഷനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക 1 ഡ്രോപ്പ്. അതേപോലെ B സെൽ പോർഷനിലേക്കും O സെൽ പോർഷനിലേക്കും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ 2 റീജൻറ്റും കൂടി, അതായത് സിറവും അതേപോലെ തന്നെ സെൽ സസ്പെൻഷനും കൂടി ഒരു ആപ്ലിക്കേറ്റർ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഒരു 2 സെൻറ്റിമീറ്റർ ഏരിയാസിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് റോക്ക് ദ സ്ലൈഡ് ആൻഡ് ലുക്ക് ഫോർ അഗ്ലൂട്ടിനേഷൻ. നൗ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, റിവേഴ്സ് ഗ്രൂപ്പിങ്ങിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ സംവാട്ട് ഡിഫറെൻറ്റ് ഫ്രം ഫോർവേഡ് ഗ്രൂപ്പിംഗ്. സോ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമുക്കറിയാം ഫസ്റ്റ് ഓഫ് ഓൾ ബി ഗ്രൂപ്പ് ഇൻഡിവിജ്വലിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബി ഗ്രൂപ്പ് ഇൻഡിവിജ്വലിൻ്റെ സിറം സാമ്പിളാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തത്. സോ അവരുടെ സിറത്തിനകത്തുള്ള ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് ബി ഗ്രൂപ്പ് ഇൻഡിവിജ്വലിൻ്റെ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് ആൻറ്റി-A ആയിരിക്കും. സോ ആൻറ്റി-A ആൻറ്റിബോഡി ഉള്ളതുകൊണ്ട് തന്നെ അവർ A സെല്ലിലാണ് അവിടെ റിയാക്ഷൻ കാണിക്കുക. B സെല്ലിലോ O സെല്ലിലോ റിയാക്ഷൻ ഉണ്ടാവില്ല. സോ A സെല്ലിലാണ് റിയാക്ഷൻ കാണിക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് ബി ഗ്രൂപ്പ്. അതേപോലെ B സെല്ലിൽ റിയാക്ഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ സിറം കണ്ടെയ്ൻസ് B ആൻറ്റിബോഡി ഉള്ളത് A ഗ്രൂപ്പുകാർക്കാണ്. സോ ദ ഗ്രൂപ്പ് ഇസ് A. ഇവിടെയും കൺട്രോൾ റൺ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നൗ O ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസിൻ്റെ കേസിലാണെങ്കിൽ അവരിൽ ആൻറ്റിജൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ A ആൻറ്റിബോഡിയും B ആൻറ്റിബോഡിയും ഉണ്ടാകും. സോ ദാറ്റ് ഇറ്റ് വിൽ ഗെറ്റ് അഗ്ലൂട്ടിനേറ്റഡ് വിത്ത് A സെൽ ആൻഡ് B സെൽ. സോ O ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ A സെല്ലിലും B സെല്ലിലും അഗ്ലൂട്ടിനേഷൻ ഉണ്ടാകും. അതേസമയം AB ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ A സെല്ലിലും B സെല്ലിലും O സെല്ലിലും അഗ്ലൂട്ടിനേഷൻ ഉണ്ടാവില്ല. ബിക്കോസ് AB ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസിൽ Aയും Bയും ആൻറ്റിജൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ആൻറ്റിബോഡീസും ഉണ്ടാവില്ല. ഒരു ആൻറ്റിബോഡീസും ഇല്ലാത്തതുകൊണ്ട് തന്നെ 3 സെല്ലുമായിട്ടും റിയാക്ഷൻ കാണിക്കില്ല. പക്ഷേ ബോംബെ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ബോംബെ ഗ്രൂപ്പ് എന്ന് പറയുന്ന സമയത്ത് അവരിൽ A ആൻറ്റിജൻ ഇല്ല, B ആൻറ്റിജൻ ഇല്ല, H ആൻറ്റിജനും ഇല്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അവരിൽ A ആൻറ്റിബോഡി ഉണ്ട്, അതുകൊണ്ട് A സെല്ലിനെ അഗ്ലൂട്ടിനേറ്റ് ചെയ്യും. B ആൻറ്റിബോഡി ഉണ്ട്, അതുകൊണ്ട് B സെല്ലിനെ അഗ്ലൂട്ടിനേറ്റ് ചെയ്യും. H ആൻറ്റിബോഡി ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് O സെല്ലിനും അഗ്ലൂട്ടിനേറ്റ് ചെയ്യും. പക്ഷേ O ഗ്രൂപ്പ് ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അവർക്ക് A ആൻറ്റിജനും B ആൻറ്റിജനും ഇല്ല എങ്കിലും H ആൻറ്റിജൻ ഉള്ളതുകൊണ്ട് തന്നെ അതൊരിക്കലും O സെല്ലിനെ അഗ്ലൂട്ടിനേറ്റ് ചെയ്യില്ല.
Okay, so that is the basic difference between O group and Bombay group. So Bombay group കൂടി നമുക്ക് ഈ ഒരു റിവേഴ്സ് ഗ്രൂപ്പിങ്ങിൽ റിവീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക് അഡ്വാൻറ്റേജ്. നൗ കമ്മിങ് ഓൺ ടു ദ ട്യൂബ് മെത്തേഡ്. ട്യൂബ് മെത്തേഡ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് സിറം സാമ്പിൾ, 5% സസ്പെൻഷൻ ഓഫ് എ സെൽ, ബി സെൽ, ഡോ സെൽ, ദെൻ ടെസ്റ്റ് ട്യൂബ്സ് വേണം, സെൻട്രിഫ്യൂജ് വേണം, ഒരു മാർക്കർ പെന്നും വേണം. സോ ഇവിടെ നമ്മൾ നേരത്തെ ഫോർവേഡ് ഗ്രൂപ്പിങ്ങിൻ്റെ ട്യൂബ് മെത്തേഡ് പോലെ തന്നെ 3 ടെസ്റ്റ് ട്യൂബ്സ് എടുക്കുക. ആ ടെസ്റ്റ് ട്യൂബിലേക്ക് എ സെല്ല്, ബി സെൽ, ഒ സെൽ എന്ന് ടെസ്റ്റ് ട്യൂബിൻ്റെ മുകളിൽ ലേബൽ ചെയ്യുക. യു ക്യാൻ ഓൾസോ സെറ്റ് കൺട്രോൾ ഓൾസോ. അതിനുശേഷം നമ്മൾ 2 ഡ്രോപ്പ് സിറം സാമ്പിൾ 3 ട്യൂബിലേക്കും ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഫസ്റ്റത്തെ ട്യൂബിലേക്ക്, അതായത് എ സെൽ എന്ന് പറയുന്ന ട്യൂബിലേക്ക് 5% എ സെൽ സസ്പെൻഷൻ്റെ 1 ഡ്രോപ്പ്, ബി സെൽ എന്ന് പറയുന്ന ട്യൂബിലേക്ക് 5% ബി സെൽ സസ്പെൻഷൻ്റെ 1 ഡ്രോപ്പ്, ഒ സെല്ലിലേക്ക് 5% ഒ സെൽ സസ്പെൻഷൻ്റെ 1 ഡ്രോപ്പ്. സോ നമ്മൾ സിറം ആസ് വെൽ ആസ് ദ സെൽ ഇപ്പം നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2 മെത്തേഡ് സ്വീകരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റൂം ടെമ്പറേച്ചർ ടെക്നിക്കിലേക്ക് പോവുകയാണെങ്കിൽ ഈ മിക്സ് ചെയ്ത സാധനം നമ്മൾ 45 to 60 മിനിറ്റ്സ് റൂം ടെമ്പറേച്ചറിൽ ഇൻക്യുബേറ്റ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ റിസൾട്ട്സ് റെക്കോർഡ് ചെയ്യാം. അതേസമയം ഇമ്മീഡിയറ്റ് സ്പിൻ ടെക്നിക്കാണ് ചെയ്യുന്നതെങ്കിൽ സിറം ആൻഡ് സെൽ മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ 15 to 20 സെക്കൻഡ്സ് ജസ്റ്റ് സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് റിസൾട്ട് റെക്കോർഡ് ചെയ്യാം. സോ റിവേഴ്സ് ഗ്രൂപ്പിങ്ങിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബി സെല്ലിലാണ് അഗ്ലൂട്ടിനേഷൻ ഉള്ളതെങ്കിൽ ഇറ്റ് മീൻസ് എ ഗ്രൂപ്പ്, എ സെല്ലിൽ അഗ്ലൂട്ടിനേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ബി ഗ്രൂപ്പ്, ആൻഡ് ഒരു സെല്ലിലും അഗ്ലൂട്ടിനേഷൻ ഇല്ല എങ്കിൽ ഇറ്റ് ഈസ് എ ബി ഗ്രൂപ്പ്. ഒ ഗ്രൂപ്പ് ആണെങ്കിൽ എ സെല്ലിലും ബി സെല്ലിലും അഗ്ലൂട്ടിനേഷൻ ഉണ്ടാകും. ബോംബെ ഗ്രൂപ്പ് ആണെങ്കിൽ എ സെല്ലിലും ബി സെല്ലിലും ഒ സെല്ലിലും അഗ്ലൂട്ടിനേഷൻ ഉണ്ടാകും. സോ എങ്ങനെയാണ് റിവേഴ്സ് ഗ്രൂപ്പിങ്ങിൽ ഒ ഗ്രൂപ്പിനും ബോംബെ ഗ്രൂപ്പിനും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരിൽ എച്ച് ആൻറ്റിജൻ ഉള്ളത് കൊണ്ട് എച്ച് ആൻറ്റിബോഡി ഉണ്ടാകില്ല. എച്ച് ആൻറ്റിബോഡി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഒ സെല്ലിനെ അഗ്ലൂട്ടിനേറ്റ് ചെയ്യില്ല. അതേസമയം ബോംബെ ഗ്രൂപ്പിൽ അവരിൽ എച്ച് ആൻറ്റിബോഡി ഉള്ളതുകൊണ്ട് അവർ ഒ സെല്ലിനെ അഗ്ലൂട്ടിനേറ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ ബേസിക് ഡിഫറൻസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ABO ഗ്രൂപ്പിംഗ് മെത്തേഡ്സ്. ഇത്രയും പോർഷനാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള മെത്തേഡ്സ്, ദാറ്റ് ഈസ് മൈക്രോപ്ലേറ്റ് മെത്തേഡും അതേപോലെ ജെൽക ടെക്നോളജിയും ഓട്ടോമേഷനും കൂടെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അത് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു.